ഹലോ ഫ്രണ്ട്സ്, ഞാൻ അജയ്. എല്ലാവർക്കും ടെക്കോണോ മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് VFDയുടെ ഒരു കാര്യത്തെ പറ്റിയാണ്. നമ്മൾ VFDയെ പറ്റി, അതായത് വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവിനെ പറ്റി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പ്രാക്ടിക്കലായിട്ട് അത് മോട്ടറിനെ കണക്ട് ചെയ്ത് എങ്ങനെ കൺട്രോൾ ചെയ്യാം, പാരാമീറ്റർ എങ്ങനെ ആഡ് ചെയ്യുന്നു, എങ്ങനെ അത് മാനുവലി ഓടിക്കാം, അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്തിട്ട് നമുക്കൊരു കോൾ വരികയുണ്ടായി. ഒരു ഇൻ്റർവ്യൂവിന് ആക്ച്വലി ആളോട് ചോദിച്ചത് VFDയെ പറ്റി ആൾക്ക് അറിയാമായിരുന്നുവെങ്കിലും ആളോട് ചോദിച്ചത് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും VFDയുടെ എന്താണ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ പെട്ടെന്ന് ആ ആൾക്ക് അഡ്വാൻറ്റേജ് നമുക്കറിയാം, ഒരുപാട് കാര്യങ്ങൾ പറയാൻ പെട്ടെന്ന് കിട്ടും, പക്ഷേ ഡിസഡ്വാൻറ്റേജ് പറയാൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്, VFDയുടെ ഗുണവും ദോഷവും പോയിന്റ് ബൈ പോയിൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും ഒരു ഇൻ്റർവ്യൂസിന് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്പോൾ അവിടെ ചിന്തിക്കേണ്ട പെട്ടെന്ന് തന്നെ ഉത്തരം നൽകാൻ കഴിയും വിധത്തിൽ നിങ്ങളെ മനസ്സിലാക്കുവാനാണ് നമ്മൾ ഈ വീഡിയോയിൽ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള VFDയെ പറ്റിയുള്ള വീഡിയോസ് പ്രാക്ടിക്കലായിട്ടൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൂടെ കയറി കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മുടെ ചാനൽ ഏകദേശം ഇപ്പം 90,000 സബ്സ്ക്രൈബറിനടുത്ത് എത്തിയിരിക്കുകയാണ്. വെറും 10,000 സബ്സ്ക്രൈബറിന് അകലെയാണ് നമ്മുടെ എല്ലാവരെയും യൂട്യൂബേഴ്സ് എന്ന ആൾക്കാരെ ഫസ്റ്റ് സ്വപ്നമായിട്ടുള്ള 100K സബ്സ്ക്രൈബർ സിൽവർ പ്ലേ ബട്ടൺ എന്ന വലിയൊരു അവാർഡിലേക്ക് എത്തുന്ന സാഹചര്യം. അപ്പോൾ നമ്മളും അതിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഇന്നുവരെയും നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും നമ്മുടെ റിക്വസ്റ്റാണ്, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുമിച്ച് തന്നെ 100K എന്ന ആ ഒരു ഗംഭീര നിമിഷത്തിലേക്ക് എത്താൻ സാധിക്കും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുകൂടാതെ വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ പോസ്റ്റ് ഉടനെ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ അധികം വൈകിപ്പിക്കാതെ കണ്ടന്റിലേക്ക് പോവാം. അപ്പോൾ VFD എന്താണ് എന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നമ്മൾ ഓൾറെഡി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ കണ്ടന്റിലേക്ക് പോകാം. എങ്കിലും VFD എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ലൈഡിൽ നിങ്ങൾ കാണുന്നത് പോലെ തന്നെ VFD എന്ന് പറയുന്നത് ഒരു പവർ ഇലക്ട്രോണിക് ഡിവൈസാണ് യൂസ് ടു കൺട്രോൾ ദ സ്പീഡ് ആൻഡ് ടോർക്ക് ഓഫ് AC ഇലക്ട്രിക് മോട്ടോഴ്സ്. AC അതായത് ഓൾട്ടർനേറ്റിംഗ് കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക് മോട്ടറിൻ്റെ സ്പീഡും ടോർക്കും കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള, ഇന്ന് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളതും ഏറ്റവും ആളുകൾ പ്രിഫർ ചെയ്യുന്നതും യൂസ് ചെയ്യുന്നതുമായിട്ടുള്ളൊരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു ഡിവൈസാണ്, ഇലക്ട്രോണിക് ഡിവൈസാണ് VFD എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് സ്പീഡും ടോർക്കും കൺട്രോൾ ചെയ്യാം വേരിയബിൾ ഫ്രീക്വൻസി ഡ്രൈവ് വെച്ചിട്ട്. അതുകൂടാതെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. VFDയുടെ അഡ്വാൻറ്റേജസ് പറഞ്ഞാൽ തീരാത്ത അത്രയും മാത്രമുണ്ട്. അതാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നതും ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ആണ്. അപ്പം ആദ്യത്തെ സ്ലൈഡിൽ നമ്മൾ നോക്കുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് VFD ആണ്. അപ്പം ആദ്യം തന്നെയുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എനർജി സേവിങ് ആണ്. എനർജി സേവിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടും ഇതിൽ നിന്ന് ലഭിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്, പ്രിസൈസ് കൺട്രോൾ ഓഫ് മോട്ടർ സ്പീഡ് ലീഡ്സ് ടു സിഗ്നിഫിക്കൻറ്റ് എനർജി സേവിങ്സ് ബൈ ഓൺലി യൂസിങ് ദ നെസസറി പവർ റിക്വയർഡ് ഫോർ ദ ആപ്ലിക്കേഷൻ. അപ്പം ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്കറിയാം, നമ്മുടെ നോർമലി നമ്മൾ മോട്ടർ ഡ്രൈവ് ചെയ്യാൻ പണ്ട് കാലങ്ങൾ തൊട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ടേഴ്സാണ്. അതായത് DOL ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടേഴ്സ് അല്ലെങ്കിൽ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടേഴ്സ് ഒക്കെയാണ്. അപ്പോൾ ഇതിനൊക്കെയുള്ള ഏറ്റവും വലിയ ദൂഷ്യം എന്ന് പറയുന്നത് ഹൈ സ്റ്റാർട്ടിംഗ് കറണ്ടാണ്. മോട്ടറിൻ്റെ എന്ന് പറയുന്നത് ആദ്യം ആ മാഗ്നറ്റൈസേഷൻ ചെയ്യാനൊക്കെ ആയിട്ട് വേണ്ടി നല്ലൊരു സ്റ്റാർട്ടിംഗ് കറണ്ട് ആദ്യം തന്നെ എടുക്കും. അതായത് അതിൻ്റെ റേറ്റഡ് കറണ്ടിനേക്കാളും 10 മടങ്ങ് കറണ്ടായിരിക്കും ആദ്യം തന്നെ വലിക്കുക. എന്നാൽ VFD വരുമ്പോഴുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ആ ഒരു ഇതില്ല. സ്റ്റാർട്ടിംഗ് കറണ്ട് എന്ന് പറയുന്ന സാധനം ഇല്ല. നോർമൽ റണ്ണിങ് കറണ്ട് എത്രയാണോ അതിന് എടുക്കേണ്ടത് അതേ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഹൈ സ്റ്റാർട്ടിംഗ് കറണ്ടോ, അതുകൊണ്ട് തന്നെ നേരത്തെ എന്തായിരുന്നു, നമ്മൾ ഹൈ സ്റ്റാർട്ടിംഗ് കറണ്ടൊക്കെ ആയതുകൊണ്ട് തന്നെ കേബിൾ സൈസും അതനുസരിച്ചൊക്കെ കണക്കാക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. കാരണം സ്റ്റാർട്ടിംഗ് കറണ്ട് കൂടുതലാണ്, അത്രയും കറണ്ട് വലിക്കുന്ന കേബിൾ വേണം. അപ്പോൾ നമുക്ക് കേബിളിൻ്റെ ഒക്കെ ആണെങ്കിലും കോസ്റ്റിംഗ് കുറയ്ക്കാൻ പറ്റി. പിന്നെ മൊത്തത്തിലുള്ള എനർജി തന്നെ ഈ പറയുന്നത് പോലെ സേവ് ചെയ്യാനും സാധിച്ചു ഈ ഒരു ഹൈ സ്റ്റാർട്ടിംഗ് കറണ്ട് ഇല്ലാതായതുകൊണ്ട് തന്നെ. പിന്നെ അത് കൂടാതെ ഒരു ഡ്രൈവിനെ സംബന്ധിച്ച് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ആക്കാം, ഇത്ര നേരം ഡ്രൈ റണ്ണ് പോലെ ചെയ്യാം, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് അനുസരിച്ച് പിന്നെ ഓരോ സ്പീഡിനും ഓരോ കറണ്ട് എടുക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതിലൂടെ നമുക്ക് എനർജി സേവ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ആദ്യത്തെ അഡ്വാൻറ്റേജ്, അതായത് എനർജി സേവിങ്സ്. രണ്ടാമത്തേത് ഇംപ്രൂവ്ഡ് പ്രോസസ് കൺട്രോളാണ്. അപ്പം ഞാൻ മുമ്പേ പറഞ്ഞു, VFD അലൗ ഫോർ ഓട്ടോമൈസ്ഡ് പ്രോസസ് പെർഫോമൻസ് വിത്ത് പ്രിസൈസ് സ്പീഡ് ആൻഡ് ടോർക്ക് കൺട്രോൾ ഇന്നോവിംഗ് ഫൈൻ ട്യൂണിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സസ്. അതായത് VFD എന്ന് പറയുന്നത് നമ്മൾ ചെറിയ ഡബ്ബ പോലെയാണ് കാണുന്നതെങ്കിലും
അതിനുള്ളിൽ ഒരുപാട് ഓട്ടോമേറ്റീവായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമുക്ക് അതിൻ്റെ ഓരോ ഫീഡ്ബാക്ക് എടുക്കാം. അതിലെ ഓരോ പാരാമീറ്റേഴ്സിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് എടുക്കാം. HMI അല്ലെങ്കിൽ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അത് കാണിക്കണം. അല്ലെങ്കിൽ അലാറം വേണമെങ്കിൽ ടെമ്പറേച്ചർ കൂടുതലാണോ, ഓവർ വോൾട്ടേജ് ആണോ, ഓവർ കറണ്ട് ആണോ, RPM കൂടുതലാണോ, റണ്ണിങ് ടൈം കൂടുതലാണോ, ഇപ്പോൾ എന്താണെങ്കിലും നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഫീഡ്ബാക്ക് എടുക്കാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. അതുപോലെ തന്നെ അങ്ങോട്ട് ഔട്ട്പുട്ട് നമുക്ക് ട്രിഗർ ചെയ്യാനും, അത് ഏത് സെക്കൻഡ് സ്റ്റാർട്ടിൽ എപ്പം ചെയ്യണം, സ്റ്റോപ്പ് എപ്പം ചെയ്യണം, അതിൻ്റെ സ്പീഡ് എങ്ങനെ നമുക്ക് ഒരു റിമോട്ട്ലി വേറൊരു പ്ലാന്റിൻ്റെ റൂമിൽ ഇരുന്നുകൊണ്ട് നമുക്ക് പ്ലാന്റിൻ്റെ അങ്ങ് ഉള്ളിലുള്ള സാധനത്തിൻ്റെ സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് പാരാമീറ്റർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇത്ര ഫ്രീക്വൻസി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡ് നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും, അങ്ങനെ ഒരുപാട് പ്രോസസ് കൺട്രോൾ എളുപ്പമാക്കും. ഒരു മോട്ടറിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുത്ത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു സാധനമാണ് VFD എന്ന് പറയുന്നത്. മൂന്നാമത് സോഫ്റ്റ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ സ്റ്റാർട്ടിങ് കറണ്ട് ഇല്ല, അതുപോലെ തന്നെ ഒരു എന്താ പറയുക ജെർക്കിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ വലിയ വലിയ എഫക്റ്റ്, പെട്ടെന്ന് ഓഫ് ആകുന്നു, പെട്ടെന്ന് ഇത് ചെയ്യുന്നു, റാമ്പ് അപ്പ് ടൈമും റാമ്പ് ഡൗൺ ടൈമും ജോഗും ഇതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനും നമുക്ക് അതൊക്കെ നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് സെറ്റ് ചെയ്യാനും ഒക്കെ കഴിയും. അതുകൊണ്ട് തന്നെ ഇറ്റ് റെഡ്യൂസസ് മെക്കാനിക്കൽ സ്ട്രെസ് ആൻഡ് എക്സ്റ്റെൻഡ് എക്യുപ്മെന്റ് ലൈഫ് ബൈ പ്രൊവൈഡിങ് ഗ്രാജുവൽ ആക്സിലറേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ. അതായത് മോട്ടറിനെ പതിയെ സ്റ്റാർട്ട് ചെയ്യുക, അതായത് ഒരു സീക്വൻസിൽ നമുക്കത് എങ്ങനെ വേണമെങ്കിലും പെട്ടെന്ന് ഇമ്മീഡിയറ്റ് സ്റ്റാർട്ട് വേണമെങ്കിൽ അത് നമുക്ക് പാരാമീറ്റർ വെച്ച് ചെയ്യാൻ പറ്റും. അതെല്ലാം നമുക്ക് പതുക്കെ ഒരു ഇത്ര സെക്കൻഡ് എടുത്തിട്ടുള്ള സ്റ്റാർട്ടിങ് മതി, ഇത്ര സെക്കൻഡ് എടുത്തുള്ള സ്റ്റോപ്പ് മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ചിലപ്പോൾ നമ്മുടെ മെഷീനൊക്കെ ഭയങ്കര ഡേഞ്ചറസ് മെഷീനാണ്, സ്റ്റോപ്പ് പ്രസ് ചെയ്താൽ തന്നെ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈവൻ അങ്ങനെയും ചെയ്യാം. അത് സ്റ്റോപ്പ് പ്രസ് ചെയ്ത് അപ്പം തന്നെ അത് സ്റ്റോപ്പ് ആവും. അല്ലെങ്കിൽ ഈ പയ്യെ സ്റ്റോപ്പ് ആകുന്നതും പയ്യെ സ്റ്റാർട്ട് ആകുന്നതാണ് ഏതൊരു മോട്ടറിനെ സംബന്ധിച്ചും അതിൻ്റെ വെയർ ആൻഡ് ടിയർ മെക്കാനിക്കലും അതിൻ്റെ അനുബന്ധമായിട്ടുള്ള മെക്കാനിക്കൽ കമ്പോണൻസിനും ചെയ്യുന്ന വെയർ ആൻഡ് ടിയർ ഒക്കെ ഒഴിവാക്കാൻ നല്ലത്. അപ്പോൾ സോഫ്റ്റ് സ്റ്റാർട്ടും സ്റ്റോപ്പും നമുക്ക് VFDയിലൂടെ ലഭ്യമാക്കും. ഇത് ആക്ച്വലി നമുക്ക് സോഫ്റ്റ് സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ സാധനവും ഉണ്ട് VFDക്ക് പകരം, അതും ഉപയോഗിക്കാം. പക്ഷേ നിങ്ങൾക്ക് സ്പീഡ് കൺട്രോളും ടോർക്ക് കൺട്രോളും ഇത്രമാത്രം ഒരു ഇതിൻ്റെ എന്താ കോൺഫിഗറേഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും VFD തന്നെ ഉപയോഗിക്കണം. അതല്ല സ്റ്റാർട്ട് സ്റ്റോപ്പ് സോഫ്റ്റ് ആക്കാൻ മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സോഫ്റ്റ് സ്റ്റാർട്ടറും കൺസിഡർ ചെയ്യാം. അത് ഈ പോയിന്റിൽ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം അടുത്തത് പറയുന്നത് ഇൻക്രീസ് റിലയബിലിറ്റിയാണ്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ്സ് ആണ്. അപ്പം ഒരു ഇൻ്റർവ്യൂവിന് അല്ലെങ്കിൽ ഒരു എക്സാമിന് നിങ്ങൾക്ക് ഒരു പോയിന്റ് ആയിട്ട് പറയുമ്പോൾ ഇതൊക്കെ ഓരോ പോയിന്റാണ്. അപ്പോൾ പക്ഷേ ഇതെല്ലാം ഇൻ്റർ റിലേറ്റഡ് ആണ്. അപ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ എലിമിനേറ്റ് സ്റ്റാർട്ടേഴ്സ്. VFD eliminate the need for mechanical starters and contactors, reducing maintenance and increasing overall system reliability. സിസ്റ്റമിൽ നല്ല റിജിഡ് അല്ലെങ്കിൽ നമുക്കൊരു പെർഫെക്റ്റ് സിസ്റ്റം ഉണ്ടാക്കാൻ സാധിക്കും ഒരു VFD ഉപയോഗിച്ച്. അപ്പോൾ സ്റ്റാർട്ടേഴ്സ് ഒഴിവാക്കാൻ തന്നെ മെക്കാനിക്കൽ സ്റ്റാർട്ടേഴ്സ് അല്ലെങ്കിൽ കോൺടാക്ടർ ആയിട്ടുള്ള DOLO സ്റ്റാർഡൽറ്റോ ഒക്കെ ഒഴിവാക്കുന്നത് കൊണ്ട് തന്നെ സിസ്റ്റത്തിൻ്റെ, അതായത് നമുക്കറിയാം DOLO സ്റ്റാർഡൽറ്റോ വെച്ച് ഒരു മോട്ടർ വർക്ക് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ലൈഫ് കുറയും, മോട്ടറിൻ്റെ ലൈഫ് അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ ലൈഫ് തന്നെ മൊത്തത്തിൽ കുറയാൻ സാധിക്കും. പക്ഷേ ഒരു VFD വെച്ചിട്ടുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും ആ സിസ്റ്റം മറ്റ് അനുബന്ധമായിട്ടുള്ള സ്റ്റാർട്ടേഴ്സ് വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ലൈഫ് സ്പാൻ ഒരുപാട് കൂടുതലായിരിക്കും. അതായത് നമുക്ക് നല്ലൊരു ലൈഫ് ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് അല്ലെങ്കിൽ നല്ല എഫിഷ്യൻറ്റും ആയിട്ട് കിട്ടാൻ സാധിക്കും. പിന്നെ റെഡ്യൂസ് വെയർ ആൻഡ് ടിയർ ഞാൻ പറഞ്ഞു, അതായത് സോഫ്റ്റ് സ്റ്റാർട്ടും സ്റ്റോപ്പും ആയതുകൊണ്ട് തന്നെ മോട്ടറിലെ മെക്കാനിക്കൽ അല്ലെങ്കിൽ അതിൻ്റെ ഇതൊക്കെ മാറ്റി എക്സ്റ്റെൻഡിങ് ദ ലൈഫ് സ്പാൻ. അത് തന്നെയാണ് പോയിന്റിൽ പറയുന്നത്. The soft start and stop features of VFD minimize mechanical stress on motors and other components, extending their lifespan. ബേസിക് ലൈഫ് സ്പാൻ കൂടും, അതായത് വെയർ ആൻഡ് ടിയർ കുറയുമ്പോൾ തന്നെ അതിൻ്റെ ലൈഫ് കൂടും. പിന്നെ എനർജി എഫിഷ്യൻറ്റ് ഡിസൈൻ, ഇതൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞാണ്. എനർജി എഫിഷ്യൻ്റ് VFD എന്ന് പറയുന്നത് എനർജി എഫിഷ്യൻ്റ് ആണ്, പവർ കൺസംഷൻ കുറയ്ക്കുന്നു, ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറയ്ക്കുന്നു. നമ്മൾ ട്രഡീഷണൽ ആയിട്ട് സ്റ്റാർഡൽറ്റയോ DOLനെ സംബന്ധിച്ച് നോക്കുന്നതിനേക്കാൾ കൂടുതൽ ഇത്രയും കാര്യങ്ങൾ എനർജി സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്, പവർ കൺസംഷൻ മൊത്തത്തിൽ കുറയ്ക്കുന്നു, പിന്നെ ഓപ്പറേറ്റിംഗ് കോസ്റ്റും കുറയ്ക്കാൻ സാധിക്കുന്നു ഉള്ളതും ഇതിൻ്റെ വലിയൊരു കാര്യമാണ്. ഇത് മൊത്തത്തിൽ നമ്മളൊരു പോയിൻ്റായിട്ട് പറഞ്ഞാൽ ഇൻക്രീസ് റിലയബിലിറ്റി എന്ന് പറയാം. അതിൻ്റെ സബ് പോയിൻ്റായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് എലിമിനേറ്റ് സ്റ്റാർട്ടേഴ്സ്, റെഡ്യൂസ് വെയർ ആൻഡ് ടിയർ, എനർജി എഫിഷ്യൻറ്റ് ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നെ പ്രോസസ് കൺട്രോൾ, അത് നമ്മൾ ആദ്യം പറഞ്ഞ പോയിന്റ്സ് ഒക്കെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മളിപ്പം പറയുന്നത്. അപ്പോൾ പ്രോസസ് കൺട്രോൾ ഞാൻ പറഞ്ഞു, സ്പീഡ് കൺട്രോൾ പ്രിസൈസ് ആക്കാൻ പറ്റും, ടോർക്ക് മാനേജ് ചെയ്യാൻ പറ്റും, അഡാപ്റ്റബിലിറ്റിയും ഉണ്ട്. അതായത് സ്പീഡ് കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് അക്യുറേറ്റ് ഡൈനാമിക് കൺട്രോൾ ഓഫ് മോട്ടോർ സ്പീഡ്, ഇനേബിളിംഗ് ഫൈൻ ട്യൂണിംഗ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോസസ്, പെർഫോമൻസ് ഒപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞു, നമുക്കൊരു എമർജൻസി അല്ലെങ്കിൽ ഒരു കൺവെയർ പെട്ടെന്ന് നിൽക്കേണ്ട ഒരു കേസാണ്. അവിടെ ഒരാളുടെ കൈ പോയി, നമ്മൾ എമർജൻസി സ്റ്റോപ്പ് പ്രസ് ചെയ്തു, വിരലെങ്ങാണ്ട് ഇടയ്ക്ക് പോയി, അവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്ക് പയ്യെ സ്ലോലി തോക്കുന്നതിന് ആ ആളുടെ കൈ അവിടെ അറ്റുപോയിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യുന്ന കമാൻഡ് പാരാമീറ്റർ വെച്ച് കൊടുക്കാൻ സാധിക്കും. അതേസമയം നമുക്ക് സോഫ്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്താൽ മതി. നല്ല ഹെവി മെക്കാനിക്കൽ സാധനങ്ങളൊക്കെയാണ്, അപ്പോൾ പെട്ടെന്ന് ഇത് ചെയ്താൽ അത് ഒടിഞ്ഞു പോവുക, വൈബ്രേഷൻ കൊണ്ട് ഷാഫ്റ്റ് ഒടിഞ്ഞു പോവുക, റോളർ ഒടിഞ്ഞു പോവുക, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉള്ള ഏരിയ ആണെങ്കിൽ നമുക്ക് അവിടെ സോഫ്റ്റായിട്ട് ചെയ്യാനും സാധിക്കും. പിന്നെ സ്പീഡ് നമുക്ക് ഇഷ്ടം അനുസരിച്ച് നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ച് എത്ര ത്രൂപുട്ട് വേണം, എത്ര പ്രൊഡക്ടിവിറ്റി വേണോ,
എത്ര പാർസൽ പെർ മിനിറ്റ് അല്ലെങ്കിൽ എത്ര പ്രൊഡക്ടിവിറ്റി പെർ അല്ലെങ്കിൽ ഔട്ട്പുട്ട് പെർ മിനിറ്റ് ആണോ അതനുസരിച്ചിട്ട് നമുക്ക് സ്പീഡ് ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കും. ഇനി ടോർക്ക് മാനേജ്മെൻറ്റും അത് തന്നെയാണ്. പ്രിസൈസ് കൺട്രോൾ ഓവർ മോട്ടോർ ടോർക്ക്, allowing the better control of higher inertia loads and sensitive application. എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇതുപോലത്തെ എമർജൻസി ആപ്ലിക്കേഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഹൈ ലോഡ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഹൈ ലോഡിലൊക്കെ നമുക്കറിയാം നല്ലൊരു ടോർക്ക് വേണം സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ അവിടെ ഇതൊക്കെ നമുക്ക് നമ്മുടെ ടോർക്ക് ലെവലൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നമ്മുടെ VFDയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ അഡാപ്റ്റബിലിറ്റി. VFDs can be easily integrated into existing systems and can be programmed to meet specific application requirements. സോ ഇത് പ്രോഗ്രാമബിൾ ആണ്. നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് ഓരോ രീതിയിൽ നമുക്ക് ഇതിനെ കോൺഫിഗർ ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഇത്. അതായത് പ്രോസസ് കൺട്രോൾ എന്നാണ് ഇത് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. പിന്നെ സോഫ്റ്റ് സ്റ്റാർട്ടിംഗ് സ്റ്റോപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഗ്രാജുവൽ ആക്സിലറേഷൻ, കൺട്രോൾഡ് ഡീസലേഷൻ, പിന്നെ എക്സ്റ്റൻഡഡ് എക്യുപ്മെൻറ്റ് ലൈഫ്. ഇപ്പം ഗ്രാജുവൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റാമ്പ് അപ്പും റാമ്പ് ഡൗണും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മെക്കാനിക്കൽ സ്ട്രെസ് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഡീസലേഷനും അതുപോലെ തന്നെ. പിന്നെ എക്യുപ്മെൻറ്റ് ഇത് മൊത്തത്തിൽ നടക്കുമ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ എക്യുപ്മെൻറ്റിൻ്റെ ലൈഫും കൂടും. അപ്പോൾ എത്രയും പോയിൻറ്റ്സാണ് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇനിയാണ് ഡിസഡ്വാൻറ്റേജിലേക്ക് പോകുന്നത്. അപ്പോൾ അഡ്വാൻറ്റേജ് നമ്മൾ മനസ്സിലായി എന്തൊക്കെയായിരുന്നു എന്ന്. ഇനി ഡിസഡ്വാൻറ്റേജ്. ആക്ച്വലി ഡിസഡ്വാൻറ്റേജ് ആണ് ആൾക്കാർക്ക് കിട്ടാൻ വളരെ പാടായിട്ട് തോന്നുന്നത്. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യും, ഇനിഷ്യൽ കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും, ഹാർമോണിക് ഇഷ്യൂസ് ഉണ്ടാവും. ഇതാണ് ആക്ച്വലി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതിന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം VFDക്ക് ഉള്ളിൽ ഒരുപാട് കമ്പോണൻസ് ഉണ്ട്, പ്രോഗ്രാമിംഗ് ഉണ്ട്. അപ്പോൾ ഒരു പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ നമ്മളൊരു മെക്കാനിക്കൽ മാത്രമായിട്ടുള്ള സിസ്റ്റം, ഇലക്ട്രിക്കൽ മാത്രമായിട്ടുള്ള സിസ്റ്റം, അല്ലെങ്കിൽ മെക്കട്രോണിക്സ് ആയിട്ടുള്ള സിസ്റ്റം ഒക്കെ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ഐസൊലേറ്റഡ് സിസ്റ്റമാണ്. അപ്പോൾ മെക്കാനിക്കലായിട്ട് ഒരു പരിജ്ഞാനമുള്ള അല്ലെങ്കിൽ അറിവുള്ള ഒരു വ്യക്തിക്ക് അത് ചെയ്യാൻ സാധിക്കും, ഇലക്ട്രിക്കലായിട്ട് അങ്ങനെയാണ്. പക്ഷേ ഇതെല്ലാം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു VFD എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇലക്ട്രിക്കൽ ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, പിന്നെ കുറച്ച് സോഫ്റ്റ്വെയർ റിലേറ്റഡ്, IT റിലേറ്റഡ് എന്ന് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ റിലേറ്റഡ് എന്ന് വേണമെങ്കിൽ വിചാരിക്കാം. അപ്പോൾ ഇത്രയും 3 കാര്യങ്ങൾ വരുമ്പോൾ അവിടെ കോംപ്ലക്സിറ്റി വരും. അപ്പോൾ കുറച്ചുകൂടെ സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾ വേണ്ടി വരും, അതായത് കുറച്ചുകൂടി ഇതിനെ മനസ്സിലാക്കാനും. അത് തന്നെയാണ് ഇന്ന് മാർക്കറ്റിൽ VFDക്ക് ഇത്ര ഡിമാൻഡ് കൂടുന്നു. ഒരു സാധാരണ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല VFD ട്രബിൾ ഷൂട്ട് ചെയ്യാനോ ഇൻസ്റ്റാൾ ചെയ്യാനോ കമ്മീഷൻ ചെയ്യാനോ ഒന്നും. അപ്പോൾ അവിടെ ഒരു കുറച്ച് സ്കില്ല് വേണം. അപ്പോൾ ആ സ്കില്ല് വരുമ്പോൾ അവിടെ വരാൻ കാരണം അവിടെ ഒരു കോംപ്ലക്സ് ഉള്ളതുകൊണ്ടാണ്, ആ സിസ്റ്റത്തിന് ഒരു കോംപ്ലക്സിറ്റി ഉള്ളതുകൊണ്ടാണ് അവിടെ സ്കില്ല് വേണ്ടിയായി വരുന്നത്. അപ്പോൾ അതൊരു ഫസ്റ്റ് പോയിൻ്റാണ്. കോംപ്ലക്സിറ്റി കൂട്ടും. അത് തന്നെയാണ് പറയുന്നത്. ട്രഡീഷണൽ മോട്ടോർ കൺട്രോളിനെക്കാട്ടിലും പ്രോഗ്രാമിംഗ് സ്കിൽസൊക്കെ ഉണ്ടാവണം. പിന്നെ ഹയർ ഇനിഷ്യൽ കോസ്റ്റ്. ഒബ്വിയസ്ലി VFDയുടെ കോസ്റ്റ് ഒരു കോൺട്രാക്ടറിനെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ വലുതാണ്. ഒരു കോൺട്രാക്ടർ നമുക്ക് ആക്ച്വലി 2000-3000 രൂപയ്ക്ക് നോർമൽ ഇത് സാധനം ഒരു 1 കിലോവാട്ടിൻ്റെ ഒക്കെ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ കിട്ടുമെങ്കിൽ നമുക്കൊരു ഡ്രൈവ് അവിടെ വരുമ്പോൾ ഒബ്വിയസ്ലി ഒരു 16,000 അല്ലെങ്കിൽ 15,000-20,000 നമ്മൾ ഏത് ബ്രാൻഡ് യൂസ് ചെയ്യുന്നതിനൊക്കെ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ മിനിമം 10,000 രൂപയ്ക്ക് മുകളിലായിരിക്കും. അതായത് നമുക്കറിയാം ഒരു 5 മടങ്ങ് അല്ലെങ്കിൽ 4 മടങ്ങ് കോസ്റ്റ് കൂടുതലാണ് ഇനിഷ്യൽ കോസ്റ്റ് VFDയിലേക്ക് വരുമ്പോൾ. അപ്പോൾ അത് അതിൻ്റെ ഒരു ഡ്രോബാക്ക് ആണ്. പക്ഷേ അവിടെയും എനിക്ക് പറയാനുള്ളത് അതൊരു ഇനിഷ്യൽ കോസ്റ്റ് മാത്രം അസസ് ചെയ്യുമ്പോഴാണ്. അതേസമയം നമ്മളതിൻ്റെ എനർജി ഇതും കൊണ്ടുണ്ടാകുന്ന എനർജി കോസ്റ്റും അല്ലെങ്കിൽ നമ്മുടെ ഉണ്ടാകുന്ന പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും നമ്മുടെ എക്യുപ്മെൻറ്റിൻ്റെ ലൈഫ് സ്പാനും ഒക്കെ നോക്കുമ്പോൾ അതൊരു വലിയ ഇനിഷ്യൽ കോസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അത് ലോങ് ടേണിൽ വരുമ്പോൾ നിങ്ങൾക്കത് പ്രോഫിറ്റ് ഉണ്ടാക്കി തരിക തന്നെ ചെയ്യും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്ന ഹയർ ഇനിഷ്യൽ കോസ്റ്റ്. ദ അഡ്വാൻസ് ഫീച്ചേഴ്സ് ആൻഡ് ഇലക്ട്രോണിക്സ് ഓഫ് VFDs ഓഫൺ റിസൾട്ട് ഇൻ എ ഹയർ ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പയർഡ് ടു ബേസിക് മോട്ടോർ സ്റ്റാർട്ടേഴ്സ്. സോ അതാണ് അവിടെ പറയുന്നത്. പിന്നെ ഹാർമോണിക്സ് ഇഷ്യൂ. ഇപ്പോൾ ഹാർമോണിക്സ് VFDയിൽ നമുക്കറിയാം കപ്പാസിറ്റേഴ്സും ഫിൽറ്റേഴ്സും ഒക്കെ ഒരുപാടുണ്ട്. നമുക്കറിയാം AC അതിനകത്ത് DC ആക്കുന്ന VFD പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. AC DC ആക്കുന്നതുകൊണ്ട് DC പിന്നെ AC ആക്കിയിട്ടൊക്കെയാണ് നമ്മളവിടെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്, അതിൻ്റെ വോൾട്ടേജ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഹാർമോണിക്സ് അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അവിടെ ഒരു പോയിന്റ് ഉണ്ട്. നമ്മൾ ടെക്നിക്കലി ഒരു പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ VFDs ഒക്കെ ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡൗട്ട് തോന്നും. അവിടെ അതിൻ്റെതായ ഒരു പ്രശ്നങ്ങളൊന്നും നിങ്ങൾ ഫിസിബിളി കാണുന്നില്ല. ശരിക്കും ഹാർമോണിക്സ് ഉണ്ടാകുമ്പോൾ എന്താണ് പ്രശ്നം വരിക? വൈബ്രേഷൻസ് കൂടും. അതായത് മോട്ടറിൻ്റെ ഒക്കെ വൈബ്രേഷൻസും സൗണ്ടും ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും അവിടെ ഹാർമോണിക്സ് ക്രിയേറ്റ് ആകുന്നുണ്ടെങ്കിൽ. ഒരു ഹോളിംഗ് സൗണ്ട് ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഭയങ്കര വൈബ്രേഷൻ എപ്പോഴും ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതൊക്കെയാണ് ഹാർമോണിക്സിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങൾ പ്രാക്ടിക്കലി ഒരു സൈറ്റിൽ VFD മാനേജ് ചെയ്യുമ്പോൾ ഒരു മോട്ടർ VFD ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെ നമ്മൾ സ്മൂത്തായിട്ട് റൺ ചെയ്യുന്നതൊക്കെ കാണുന്നത്. അതിന് കാരണം നമ്മളിവിടെ ഹാർമോണിക്സ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ ഹാർമോണിക്സിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഡിവൈസസും ഒരു VFDക്കുള്ളിലുണ്ട് എന്നുള്ളത് സത്യമാണ്. അവിടെ ഉണ്ടാകുന്ന ഹാർമോണിക്സിനെ സപ്രസ് ചെയ്യാനുള്ള കാര്യങ്ങളും ഫിൽറ്റേഴ്സും അതിനുള്ളിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മൂലമാണ് നമുക്ക് വിസിബിളി അത്രയും വരാത്തത്. എങ്കിലും അവിടെ ഒരു ഹാർമോണിക്സ് ഉണ്ടാകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഹാർമോണിക്സ് ഉണ്ടാകുന്നുണ്ട്. അതായത് ഓവറോൾ സിസ്റ്റത്തിൽ ഒരു ഹാർമോണിക്സ്
ക്രിയേറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് ഒരു പോയിന്റ് ആണ്. നിങ്ങൾക്ക് ഒരു പോയിന്റായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാവുന്ന ഒരു കാര്യമാണ് പൊട്ടൻഷ്യൽ ഹാർമോണിക്സ് ഉണ്ട്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ഹാർമോണിക് ഡിസ്റ്റോർഷൻ ഉണ്ട് ദാറ്റ് ക്യാൻ ഇൻ്റർഫിയർ വിത്ത് അതർ ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ് റിക്വയറിങ് അഡീഷണൽ ഫിൽറ്ററിങ് ഓർ മിറ്റിഗേഷൻ മെഷേഴ്സ്. സോ അതാണ്, അത് ഓൾറെഡി അതിനുള്ളിൽ തന്നെ പ്രീ ബിൽട്ട് ആയിട്ടുണ്ട്. സോ അത്ര കൺസേൺ ആയിട്ടുള്ള പോയിന്റ് അല്ല എങ്കിൽ പോലും അതും ഒരു പോയിന്റ് തന്നെ ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ മെയിൻ്റെനൻസ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ് ഞാൻ പറഞ്ഞു, അതായത് നമുക്കൊരു കുറച്ചുകൂടെ കോംപ്ലക്സിറ്റി കൂടുമ്പോൾ അതിൻ്റെ മെയിൻ്റെനൻസും ട്രബിൾ ഷൂട്ടിങ്ങും അത്ര എളുപ്പമായിരിക്കില്ല. കുറച്ചുകൂടെ സ്കിൽ അവിടെ വേണ്ടി വരും. അപ്പോൾ സ്കിൽ അവിടെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഭയങ്കര, അതായത് സ്കില്ലുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടെ വാല്യൂ അവിടെ ഉണ്ടാകും എന്നുള്ളത്. അതായത് ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ നിങ്ങളിപ്പം പോവുകയാണെങ്കിൽ, അതുകൊണ്ട് തന്നെയാണ് ഈ ടോപ്പിക് നമ്മൾ പിന്നെയൊക്കെ ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് VFD PLC HMI എന്നൊക്കെ പറയുന്നത് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾക്ക് അത് അറിയാവുന്നുണ്ടെങ്കിൽ ഒരു 20 പേര് ഇൻ്റർവ്യൂവിന് വന്നു കഴിഞ്ഞാൽ അതിൽ 5 പേരൊക്കെ അത് അറിയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ 20 എണ്ണത്തിൽ 5 എന്ന രീതിയിലേക്ക് കോമ്പറ്റീഷൻ നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും ഇത് അറിവുണ്ടെങ്കിൽ. പിന്നെ 5ലാണ് നിങ്ങൾ അവിടെ കോമ്പറ്റ് ചെയ്യുന്നത്, പിന്നെയാണ് വരുന്നത്. അതായത് ഫസ്റ്റ് ഫിൽട്ടർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു അറിവുകൾ നിങ്ങളെ സഹായിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കണമെന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ മെയിൻ്റെനൻസ് സ്പെഷ്യലൈസ്ഡ് എക്സ്പെർട്ടൈസ് വേണം. മെയിൻ്റെനിങ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ് VFDs ക്യാൻ ഓഫൻ റിക്വയർ സ്പെഷ്യൽ നോളജ് ആൻഡ് ട്രെയിനിങ് ഓഫ് ടെക്നീഷ്യൻസ് വിച്ച് ക്യാൻ ഇൻക്രീസ് ഓപ്പറേഷണൽ കോസ്റ്റ്. സോ ഒബ്വിയസ്ലി സ്കില്ല് കൂടിയ ഒരാളെ ജോലിക്ക് എടുക്കുക എന്ന് പറയുന്നതും കാശ് കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ അൺസ്കിൽഡ് ആയിട്ടുള്ള ആൾക്ക് 10,000 രൂപ കൊടുത്താൽ മതി, ഒരു സ്കിൽഡ് ആയിട്ടുള്ള ആൾക്ക് മിനിമം 15 20 കൊടുക്കേണ്ടി വരും. അപ്പം ഇത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു VFD അറിയുന്ന ഒരാളെ വെക്കേണ്ടി വരും. അപ്പോൾ ഒബ്വിയസ്ലി അത് കമ്പനിയുടെ പെർസ്പെക്റ്റീവിൽ കോസ്റ്റ് കൂടും. പക്ഷേ നമ്മളൊരു വ്യക്തി എന്ന അല്ലെങ്കിൽ ഒരു ജോലി നോക്കുന്ന ഒരാളെന്ന രീതിയിൽ നമുക്കത് ഗുണമാണ്. അവിടെ നമുക്ക് ഇതൊരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ്, ഇൻ്റർവ്യൂവിൽ ഫിൽട്ടർ ആവുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ സാലറി കിട്ടാനുള്ള ചാൻസും കൂടുകയാണ് ഇതൊക്കെ അറിയുന്നത് കൊണ്ട്. അതായത് കമ്പനിക്ക് പോലും അറിയാം ഇത് അറിയുന്ന ഒരു വ്യക്തിക്ക് കുറച്ചുകൂടെ സാലറി കൂടുതൽ കൊടുക്കണം എന്നുള്ളത്. പിന്നെ കൂളിംഗ് റിക്വയർമെൻറ്റ്സ് VFD ആക്ച്വലി നല്ല രീതിയിൽ ഹീറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പെർഫോമൻസും റിലയബിലിറ്റിക്ക് വേണ്ടിയും കൂളിംഗ് സിസ്റ്റംസ് വേണം. ഇപ്പോൾ നമ്മൾ സപ്ലൈ ചെയ്യുന്ന പാനലുകളൊക്കെ ആണെങ്കിൽ തന്നെ ഒരു 5 6 VFD കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ AC പാനലുകൾ, നോർമൽ എയർ കണ്ടീഷൻഡ് പാനൽ തന്നെയാണ് പ്രിഫർ ചെയ്യുക. അത് ഈ ഒരു കാര്യം കൊണ്ട് ആ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്ന സപ്രസ് ചെയ്യാൻ വേണ്ടിയും മോർ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി AC പാനൽ കൊടുക്കേണ്ടി വരും. അങ്ങനെ നോക്കുമ്പോൾ ഒരു AC പാനലിൻ്റെ നോർമൽ പാനലിൻ്റെ കോസ്റ്റ് നമ്മൾ ഒരു 3 times 4 times വ്യത്യാസം കാണും. അപ്പോൾ അതും ഒരു ഓവറോൾ കോസ്റ്റ് കൂട്ടുവാൻ ഈ VFD മൂലം സാധിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പോയിന്റാണ്. പിന്നെ ഫേംവെയർ അപ്ഡേറ്റ് VFD ഇത് ആക്ച്വലി റെഗുലർ തിങ് ഒന്നുമല്ല. കീപ്പിംഗ് VFD ഫേംവെയർ അപ് ടു ഡേറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അഡ്രസ് പെർഫോമൻസ് ഇഷ്യൂസ് ആൻഡ് സെക്യൂരിറ്റി വർണബിൾസ് ആഡിങ് ടു ആൻ ഓൺഗോയിങ് മെയിൻ്റെനൻസ് ബർഡൻ. അപ്പം ഇത് ഒരു സോഫ്റ്റ്വെയറിനുള്ളിലുള്ളതിന് ഫേംവെയർ അപ്ഡേറ്റോ അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഫാക്ടറി സെറ്റ് ചെയ്ത് പാരാമീറ്റേഴ്സൊക്കെ പ്രശ്നം വരാം. നമുക്ക് ഒന്നുകൂടെ ഫാക്ടറി സെറ്റ് പാരാമീറ്റേഴ്സൊക്കെ ആഡ് ചെയ്യേണ്ടി വരാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരാറുണ്ട് എന്നുള്ളതും ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം ഇത്രയുമാണ് നമ്മൾ ഒരു VFDയെ പറ്റിയുള്ള അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അപ്പം കൺക്ലൂഷൻ ഇത് തന്നെയാണ് പറയുന്നത്. ഇൻ സമ്മറി, VFDs offer significant advantages in terms of energy savings, process control and reliability, but also comes with an increased complexity, higher initial cost and maintenance requirements. So careful consideration of specific application, operational needs and long-term cost implication is crucial when deciding to implement VFDs in industrial and commercial settings. ഇപ്പം സിമ്പിളായിട്ട് പറയുന്നത് ഇത്രയും അഡ്വാൻറ്റേജ്, എനർജി സേവിങ്, പ്രോസസ് കൺട്രോൾ, റിലയബിലിറ്റി, ഇത്രയും അഡ്വാൻറ്റേജ് ഉണ്ട് എന്ന് ഇരിക്കെ തന്നെ കോംപ്ലക്സിറ്റിയും ഇനിഷ്യൽ കോസ്റ്റും മെയിൻ്റെനൻസ് റിക്വയർമെൻറ്റും ഇതിന് ഉണ്ട് എന്നുള്ളൊരു നെഗറ്റീവ് ഇതും ഉണ്ട്, അതായത് ഡിസഡ്വാൻറ്റേജും ഇതിനുണ്ട്. പിന്നെ ഇത് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ കെയർഫുള്ളായിട്ട് കൺസിഡർ ചെയ്യുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്തെന്ന് മനസ്സിലാക്കുക, അതനുസരിച്ചിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക VFD. നിങ്ങൾക്കൊരു നോർമൽ ഒരു സ്റ്റാർട്ടർ അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്താൽ മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സോഫ്റ്റ് സ്റ്റാർട്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ DOL സ്റ്റാർട്ടർ. നിങ്ങൾക്കൊരു പവർ കൺസംഷനോ എനർജി സേവിങ്സ് ഒന്നും നിങ്ങളുടെ മൈൻഡിലില്ല, അല്ലെങ്കിൽ ലോങ് ഡ്യൂറബിലിറ്റി റിലയബിലിറ്റി ഒന്നും ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോർമൽ സ്റ്റാർട്ടേഴ്സ് യൂസ് ചെയ്യാം. ഇനിഷ്യൽ കോസ്റ്റ് കുറയ്ക്കാൻ സാധിക്കും. അതല്ല നിങ്ങൾക്ക് സ്പീഡ് കൺട്രോൾ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വേണം, നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണം പല സാധനങ്ങളുമായിട്ടൊന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് VFD ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് VFDയുടെ ഗുണവും ദോഷവും മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്